വാള 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ 2 സവാള ഇട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 4 പച്ചമുളകും കുറച്ചധികം വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാടൻ ശൈലിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വേപ്പിലയൊക്കെ കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ്. നമ്മൾ നാടൻ കറികൾ വയ്ക്കുമ്പോൾ വേപ്പില അധികം ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കൂട്ടും നമ്മുടെ കറികൾക്ക്. അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെ പൊടികൾ ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളിയിലൊക്കെ പച്ചമുളക് നന്നായി പോകണം. അതെല്ലാം ഇളക്കി കൊടുത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് 1 സ്പൂൺ ഉപ്പിട്ടു. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1 സ്പൂണ് ചെറുത്, 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായി പച്ചമണം പോകണ വരെ ഇളക്കി കൊടുക്കുക. നന്നായി പച്ചമണം പോകണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മാങ്ങ ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ 2 മാങ്ങ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അത് ഞാൻ മൂവാണ്ട മാങ്ങയാണ്, അതൊക്കെ നുറുക്കി വെച്ചിട്ട് അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയ തേങ്ങയുടെ 2-ാം പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരു 3/4 കിലോ വാളയുണ്ട്. ബാക്കിയുള്ള ഞാൻ വറക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ വാള ഇട്ട് കൊടുക്കാൻ ഈ മാങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ലാത്ത കാരണം ഇതിൻ്റെ ഒപ്പം വെന്തോളും, പുളി ഒഴിഞ്ഞാവും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കാണ്. അപ്പോൾ നാടൻ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. അല്ലെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ നാളികേരപ്പാലൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു സ്വല്പം പെരിഞ്ചീരകം അതൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ നമുക്കിനി അതിലേക്ക് സ്വല്പം ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിരുന്ന് ആവട്ടെ. ആ സമയത്ത് നമുക്കൊരു ഇതിലേക്കൊരു താളിപ്പ് ശരിയാക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായി വന്നപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 ചുവന്നുള്ളി ഉണ്ട്. അത് നമുക്ക് മുരിച്ചെടുക്കാം. അപ്പോൾ അതും കൂടി ചേരുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതായി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകമാണ്. അപ്പോൾ നമുക്ക് തമ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യത്തെ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഒന്ന് ചൂടാവുന്നുണ്ട്, അല്ലാണ്ട് തിളപ്പിക്കരുത്. നമുക്ക് അതിലേക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മളതിൽ വെള്ളം ചേർക്കുന്നതാണ് ഒരു തരി ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഓഫാക്കാതിയെ പിന്നെ ഇത് നമ്മുടെ ഉള്ളിയായി വരുമ്പോൾ കുറച്ച് വേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇതൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മളിത് കറിയിലേക്ക് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം തുറന്നെടുത്തപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.